ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആഗമനകാലം 2-ാം ഞായർ മത്തായി 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മളുടെ വിചിന്തനത്തിന് ലഭിക്കുന്ന ഒരു ചെറു വ്യാഖ്യാനം നൽകാം. തിരുസഭ സ്നാപക യോഹന്നാന്റെ പ്രഘോഷണത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്നത്. പുതിയ നിയമത്തിൽ സ്നാപക യോഹന്നാനെ ശ്രദ്ധേയനായ ഒരു കഥാപുരുഷനായിട്ടാണ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷകന്റെ ഭാഷ്യത്തിൽ സ്നാപക യോഹന്നാൻ രക്ഷയുടെ നിർണായകമായ നവയുഗ അന്തരീക്ഷം പ്രഘോഷിക്കുന്ന ഒരു പ്രവാചകനാണ്. യൂദയ മരുഭൂമിയിലാണ് സ്നാപക യോഹന്നാൻ തന്റെ സന്ദേശവുമായി പ്രത്യക്ഷപ്പെടുന്നത്. ഈ മരുഭൂമിയിലാണ് ക്രിസ്തുവിലൂടെ ആഗതമാകുന്ന രക്ഷയുടെ സന്ദേശം സ്വീകരിക്കാൻ കുമ്രാൻ സമൂഹം, കുമ്രാൻ കമ്മ്യൂണിറ്റി ഓർ എസീൻ കമ്മ്യൂണിറ്റി ഒരുങ്ങി ജീവിച്ചിരുന്നത്. സ്നാപക യോഹന്നാൻ ഈ സമൂഹത്തിൽപ്പെട്ട ഒരംഗമാണെന്ന് ചില നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം യേശു തന്റെ പരസ്യ ജീവിതകാലം തുടങ്ങുന്നതിന് മുൻപ് ഏറെ നാൾ കുമ്രാൻ സമൂഹത്തോടൊപ്പം ജീവിച്ചിരുന്നതായും പണ്ഡിത അഭിപ്രായം നിലനിൽക്കുന്നു. അവിടെ വച്ചായിരിക്കണം താനാണ് ക്രിസ്തുവെന്ന ആത്മബോധം യേശുവിൽ പൂർണ്ണമായും ഉടലെടുക്കുന്നതും യോഹന്നാൻ യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നതും. ആയതിനാൽ ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സമൂഹം എപ്രകാരം ഒരുങ്ങണമെന്ന സന്ദേശമാണ് യോഹന്നാൻ നൽകുന്നത്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ യേശു നൽകുന്ന സന്ദേശങ്ങളുടെ സംക്ഷിപ്തമായ ഒരു വിവരണം യോഹന്നാന്റെ ഈ ആഹ്വാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്രകാരം വിലയിരുത്തിയാൽ യേശുവിന്റെയും സ്നാപക യോഹന്നാന്റെയും പ്രഘോഷണങ്ങളിൽ സമാന്തരം മത്തായി സുവിശേഷകൻ കണ്ടെത്തുന്നുണ്ട്. എന്നാലും സ്നാപകന്റേത് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിന്റെ ആഹ്വാനമാണ്. പ്രവാചക സ്വരൂപനായ യോഹന്നാൻ പഴയകാല പ്രവാചകർക്ക് പ്രിയപ്പെട്ടതും ശക്തവുമായ മാനസാന്തരമെന്ന വിഷയമാണ് പ്രഘോഷിക്കുന്നത്. അതാകട്ടെ ക്രിസ്തുവിന് വഴിയൊരുക്കുവാനുള്ളതുമായിരുന്നു. ഋഷിതുല്യനായ സ്നാപക യോഹന്നാന്റെ പ്രഭാഷണം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിത ശൈലിയും പ്രവാചക തുല്യമായിരുന്നു. മരുഭൂമി ജീവിതവുമായി ബന്ധപ്പെട്ട ഉടയാടകളും ഭക്ഷണക്രമവുമായിരുന്നു യോഹന്നാൻ അനുവർത്തിച്ചിരുന്നത്. ജനങ്ങളുടെ മതനേതൃത്വം നിർവഹിച്ചിരുന്ന ഫരീസേയരും സദൂക്കായരുമായിരുന്നു സ്നാപക യോഹന്നാൻ അഭിസംബോധന ചെയ്തത്. അവരെയാണ് സ്നാപക യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്നത്. അവരോട് ദൈവത്തിന്റെ അന്തിമവും നിർണായകവുമായ ഇടപെടലിന് ഒരുങ്ങുവാനായി മാനസാന്തരപ്പെടുവാനാണ് യോഹന്നാൻ ആവശ്യപ്പെടുന്നത്. അണലി സന്തതികളെ എന്നാണ് യോഹന്നാൻ അവരെ വിളിക്കുന്നത്. കാരണം യഥാർത്ഥ മാനസാന്തരം അനുഭവിക്കാതെയും മാനസാന്തരത്തിന്റെ സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കാതെയുമാണ് ഇവർ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ എത്തിയത്. അവർ ആന്തരികമായ ഹൃദയശുദ്ധി വരുത്തുന്നതിന് പകരം ബാഹ്യമായ നിയമാനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായിരുന്നു. മാത്രമല്ല, അബ്രഹാമിന്റെ സന്തതികൾ എന്ന നിലയിൽ ദൈവരാജ്യത്തിൽ തങ്ങൾ സ്വാഭാവികമായും അംഗങ്ങളായി തീരുന്നു എന്ന് അവർ അഹങ്കരിച്ചിരുന്നു. എന്നാൽ ദൈവരാജ്യമെന്ന നവീന സമൂഹത്തിൽ അംഗമാകുവാൻ നിയമങ്ങൾക്കതീതമായി മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാവുക എന്നതാണ് ആവശ്യം. മാനസാന്തരത്തിന്റെ ആഹ്വാനത്തിനൊപ്പം ആസന്നമായ ദൈവവിധിയിൽ നിന്നും രക്ഷപ്പെടുവാനും
യോഹന്നാൻ മുന്നറിയിപ്പ് നൽകുന്നു. സത്ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങൾ കോടാലിക്കിരയാകുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പ്. അതായത് മാനസാന്തരത്തിലൂടെ കടന്നു പോകാതെയും സത്കൃത്യങ്ങൾ ചെയ്യാതെയും ജീവിക്കുന്നവർ വെട്ടി എറിയപ്പെടും. സ്നാപയോഹന്നാന്റെ ആഹ്വാനം വിലയിരുത്തുമ്പോൾ യേശു നൽകിയ സുവിശേഷ പ്രഘോഷണവുമായി ഗാഢമായ ഒരു ബന്ധം കണ്ടെത്താൻ കഴിയും. എങ്കിലും ഇരുവരുടെയും വ്യക്തിത്വങ്ങളിൽ യാതൊരു തരത്തിലും തുല്യത കണ്ടെത്തുവാൻ കഴിയില്ല. ഈ സത്യമാണ് തന്റെ പ്രഭാഷണത്തിലൂടെ യോഹന്നാൻ തുടർന്ന് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, താൻ നൽകുന്ന സ്നാനത്തേക്കാൾ സമുന്നതമാണ് യേശു നൽകുന്ന സ്നാനമെന്ന് യോഹന്നാൻ പ്രസ്താവിക്കുന്നു. രണ്ട്, യേശുവിന്റെ ചെരിപ്പ് വഹിക്കുന്ന ഒരു അടിമയുടെ പോലും യോഗ്യതയില്ലാത്തവനാണ് താൻ എന്ന് യോഹന്നാൻ ഏറ്റുപറയുന്നു. മൂന്ന്, കുമ്രാൻ സമൂഹത്തിന്റെ ശുദ്ധീകരണ ആചാരം അതുപോലെയാണ് താൻ നൽകുന്ന സ്നാനമെന്നും, എന്നാൽ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും യേശു നൽകാൻ പോകുന്ന സ്നാനം അതിനേക്കാൾ ഉന്നതമാണെന്നും യോഹന്നാൻ പഠിപ്പിക്കുന്നു. യേശുവിനെ പറ്റിയുള്ള യോഹന്നാന്റെ പ്രഭാഷണം ഉപസംഹരിക്കപ്പെടുന്നത് അന്ത്യവിധിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലോടുകൂടിയാണ്. യേശുവിന്റെ പ്രഭാഷണങ്ങളിലും അന്ത്യവിധിയെക്കുറിച്ചുള്ള സൂചനകൾ നാം കണ്ടെത്തുന്നു. ഉദാഹരണം മത്തായി 25:31 മുതൽ 46 വരെ. നല്ല ആളുകളെയും ദുഷ്ടന്മാരെയും വേർതിരിക്കുന്നതാണ് അന്ത്യവിധി കൊണ്ട് അർത്ഥമാക്കുന്നത്. കൊയ്ത്ത് കാലത്ത് കർഷകർ നെല്ലും പതിരും എപ്രകാരമാണോ വേർതിരിക്കുന്നത്, അപ്രകാരമായിരിക്കും അന്ത്യവിധിയിലെ വിഭജനമെന്ന് യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നു. നെല്ല് കളപ്പുരയിൽ ശേഖരിക്കപ്പെടുകയും പതിര് കെടാത്ത തീയിൽ എറിയപ്പെടുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിന്റെ ആന്തരിക തലത്തിൽ സംഭവിക്കേണ്ടുന്ന പരിവർത്തനമാണ് യോഹന്നാൻ നൽകുന്ന മാനസാന്തര പ്രസംഗത്തിന്റെ ഉള്ളടക്കം. ബാഹ്യേന്ദ്രിയങ്ങളുടെ ഇച്ഛാനിഗ്രഹമോ പ്രകടമായ തപസ്സനുഷ്ഠാനങ്ങളോ നല്ല മാനസാന്തരത്തിന്റെ അടയാളങ്ങൾ ആകണമെന്നില്ല. ദൈവത്തിങ്കലേക്കുള്ള ഒരു പിന്മാറ്റമാണ് യഥാർത്ഥ മാനസാന്തര അനുഭവം. പാപം നിറഞ്ഞ ഭൂതകാല സാഹചര്യങ്ങളിൽ നിന്ന് ചുവട് മാറ്റി ദൈവത്തിൽ ഒരു പുതു സൃഷ്ടിയായി തീരുന്നതാണ് യഥാർത്ഥ പരിവർത്തനം. ഇത് ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ഒരു വ്യവഹാരമാണ്. തൽഫലമായി ഒരുവന്റെ ബാഹ്യജീവിതത്തിലും ആന്തരിക പരിവർത്തനത്തിന്റെ സത്ഫലങ്ങൾ വഹിക്കുവാൻ കഴിയും. അന്ത്യവിധിയിൽ ദൈവത്തിന്റെ വലം ഭാഗത്ത് ചേർന്ന് നിർത്തപ്പെടുന്ന മനുഷ്യർ, അതായത് കളപ്പുരയിൽ ശേഖരിക്കുന്നവർ, സത്ഫലങ്ങളുടെ ഉടമകളായിരിക്കും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.